ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്ന സിനിമ അണ്ണൻ്റെ സിനിമയാണ്. ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അങ്ങനെ ഒക്ടോബർ 2 ശേഷം അണ്ണൻ്റെ ഗാന്ധി ക്യാരക്ടർ ഒക്ടോബർ 3 നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ട് വന്നിരിക്കുകയാണ് മക്കളെ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിനിമ ഏകദേശം 3 മണിക്കൂറുണ്ട്. ഈ സിനിമയ്ക്ക് ഫാൻ ഷോന് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ 3 മണിക്കൂറുള്ള സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയും വരാനും എല്ലാം കൂടി ഒരു 5 മണിക്കൂറെങ്കിലും ചിലപ്പോൾ സാധാരണ ആൾക്കാർ ചിലവാക്കിയിട്ടുണ്ടാവും. അവരെ സമ്മതിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് 3 മണിക്കൂർ കണ്ടിരുന്നു എന്നെനിക്കറിയില്ല. നമുക്ക് ടി വിയിൽ ഇങ്ങനെ പ്ലേ ചെയ്തിടാം, കാരണം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാനൊന്നുമില്ല. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇത് എന്തായാലും. സത്യം പറയാലോ, ഇതുപോലെയുള്ള ബോംബ് പടങ്ങളിൽ എന്തിനാണ് അഭിനയിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതുപോലെയുള്ള ബോംബ് പടങ്ങൾ ഹിസ്റ്ററി എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഇത്രയും ചാറായിട്ട് എടുത്തിരിക്കുന്ന സിനിമ ഒന്നും വിജയിച്ചിട്ടില്ല. പരാജയപ്പെടുക എന്നല്ലാതെ ഒന്നും വിജയിച്ചിട്ടില്ല. പിന്നെയും എന്തിനാണ് ഇതുപോലുള്ള സംഭവങ്ങളുമായിട്ട് തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഇന്ത്യൻ 2 ഒരു അവസ്ഥ. അതിൻ്റെ അതേ ഷെൽഫിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മൂവി തന്നെയാണിത്. ആദ്യം തന്നെ ഈ സിനിമയുടെ തുടക്കത്തിലുള്ള അവരുടെ സീക്രട്ട് മിഷൻ ഓപ്പറേഷൻ കണ്ടപ്പം തന്നെ സിനിമയുടെ ഒരു ലെവൽ എന്താണെന്ന് മനസ്സിലായി. വിജയ് ഇതിൽ 3 ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. 3 ഒന്നിനൊന്ന് മെച്ചെന്ന് പറയണം. പ്രത്യേകിച്ച് വിജയുടെ മോനായിട്ട് വന്നിരിക്കുന്ന സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൈക്കിളിലെ മക്കളെ അമ്മാതിരി ലെവലിലാണ് അത് ആക്കിയെടുത്തിരിക്കുന്നത്. ഇവർ AI ഉപയോഗിച്ച് ചെറുപ്പവും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുകയാണ്. പക്ഷേ 144p AI ആണെന്ന് പറയേണ്ടി വരും. അതായത് ഒരു സ്നാപ്ചാറ്റ് ഫിൽറ്റർ വെച്ചിട്ട് ചെയ്തതുപോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു AI ക്രിയേഷൻ ആയിട്ടുള്ള ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ എന്തോ ഒരു ഇതുപോലെ. പ്രത്യേകിച്ച് ഞാൻ മലയാളത്തിലാണ് ഇരുന്ന് കണ്ടത്, കാരണം സബ് ടൈറ്റിൽ വായിച്ച് 3 മണിക്കൂർ ചിലവാക്കാനുള്ള ഒന്നും ഇതിനില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം സിനിമയുടെ ബോക്സ് ഓഫീസും ബാക്കിയുള്ള റിവ്യൂസും ഒക്കെ കണ്ടപ്പോൾ നമുക്കറിയാം. അപ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് 3 മണിക്കൂർ ഇരുന്നിട്ട് സബ് ടൈറ്റിൽ വായിക്കാൻ വേണ്ടിയിട്ട് വയ്യ. അതുകൊണ്ട് മലയാളത്തിലാണ് കണ്ടത്. മലയാളം ഡബ് വേർഷൻ്റെ റിവ്യൂ ആണിത്. പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്രയും ബോറായിരുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം വിജയുടെ സിനിമകളൊക്കെ നമുക്കറിയാം, ഇറ്റ്സ് മോസ്റ്റ്ലി അബൌട്ട് എൻ്റർടൈനിങ് ദ ഓഡിയൻസ്, ഹിസ് ഫാൻസ്. അത് തന്നെയാണ്. പ്രത്യേകിച്ചുള്ള ക്യാരക്ടർ എന്താണ്, മേക്കപ്പിൽ ചേഞ്ചസോ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിൽ ചേഞ്ചസോ അങ്ങനത്തെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എൻ്റർടൈൻമെൻറ്റുള്ള ഒരു ഫാക്ടർ അതെന്തായിരുന്നു തന്നത്, അതെന്താണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ആൾക്കാരൊക്കെ നല്ല നിലവാരമുള്ള ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത്. ആരും ഇതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റിനെ സ്വീകരിച്ച് വെക്കാനും സാറ്റിസ്ഫൈഡ് ആവാനും പോയിരിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം ലിയോ പോലുള്ള ഒരു സിനിമ എത്ര വലിയൊരു വിജയമാണ് ഉണ്ടാക്കിയത്. ലിയോ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമ തന്നെയാണ്. അത്രയും എൻ്റർടൈൻമെൻറ്റ് കൂടി തന്നെയാണ് ആദ്യം തൊട്ട് അവസാനം വരെ ലിയോ കണ്ടത്. അതിലുള്ള ഒന്നും നമുക്ക് മോശം പറയാനുള്ള തരത്തിലേക്കുള്ള ഒന്നുമില്ല. ഈവൺ ആദ്യം ഉണ്ടായിരുന്ന ഹൈനയായിട്ടുള്ള ഫൈറ്റ്സ് കാര്യങ്ങൾ വരെ കൺവിൻസിംഗ്ലി ആണ് ചെയ്തത്. പക്ഷേ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അമ്മാതിരി, എന്താണ് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ സിനിമയെ കൊണ്ടൊന്നും പറയാനില്ല. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ഈ ഒരു സിനിമ ഇപ്പോൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ അത് കാണുക തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം അതിനുള്ള പേഷ്യൻസ് ഈ സിനിമ ശരിക്കും നമ്മളെ പരീക്ഷിക്കും. അതുപോലെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ 3 മണിക്കൂർ നേരം കണ്ടതിന് എനിക്ക് കിട്ടിയത്. അപ്പോൾ പുള്ളി നല്ല സിനിമകളുമായിട്ട് വീണ്ടും മുന്നിലോട്ടേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഇപ്പം എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇനി സിനിമ അഭിനയിക്കില്ല അങ്ങനത്തെ ഓരോ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എത്രമാത്രം സത്യമാണ്, ഇനി സിനിമ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ഓൺ ബിലോ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെ കൊണ്ട് തോന്നുന്നത്. നിങ്ങളൊരു റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു 10ൽ നിങ്ങൾ ഒരു റേറ്റിംഗ് ആയിട്ട് താഴെ ഇടും. അപ്പോൾ നമുക്കും അതിവിടെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ എത്രത്തോളം നിങ്ങൾക്ക് ഈ സിനിമ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.